ഒന്ന് മഴ നനഞ്ഞു നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള തമ്പാനൂർ തിരുവനന്തപുരത്താണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വെളിച്ചം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. മഴ പെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ചെറിയൊരു വെള്ളക്കെട്ട്. സാധാരണ മഴ പെയ്താൽ നല്ല വെള്ളക്കെട്ടാണ്. എന്തോ ഭാഗ്യത്തിന് ചെറിയ മഴയെ ചാറ്റൽ മഴയെ പെയ്തുള്ളൂ. അപ്പോൾ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ KSRTC സ്റ്റാൻഡാണ് ഇതിൻ്റെ പിന്നിൽ. ഈ കാണുന്നത് KSRTC സ്റ്റാൻഡാണ്. അവിടെ ട്രാഫിക്കിൽ പോലീസുകാരുണ്ട്, തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം, നാളെ ഞായറാഴ്ച അവധി. അപ്പം വീട് വെക്കാൻ ഓഫീസിലുള്ള വീട് ഒരാഴ്ച ജോലിയൊക്കെ കഴിഞ്ഞും എല്ലാം കഴിഞ്ഞ് വീട് വെക്കാനുള്ള ശ്രമത്തിലാണ് ഓരോരുത്തർ. അതിൻ്റേതായ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമുള്ള തമ്പാനൂരിൻ്റെ തത്സമയ ദൃശ്യമാണ്. അല്പം തിരക്കുണ്ട് എന്നത് ഒരു സത്യമാണ്. അപ്പോൾ അത് പിന്നെ മറ്റൊരു വിശേഷം, നമ്മുടെ പൊങ്കാല തിങ്കളാഴ്ചയാണ്. ഇന്ന് 28, 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സർവ്വ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. തമ്പാനൂരിലുള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും മഴ ശുഭസൂചകമാണ്. പൊങ്കാലയ്ക്ക് മഴ പെയ്യാതിരിക്കട്ടെ, അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ, തലസ്ഥാന നഗരത്തിൻ്റെ രാത്രി കാഴ്ചയും സൗന്ദര്യമാണ് നമ്മളിപ്പോൾ ഈ ആസ്വദിക്കുന്നത്. കാഴ്ചയില്ലേ? അപ്പോൾ മഴയടിച്ചപ്പോൾ ചെളിയായി. എന്തായാലും നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക്, ഇതാണ് മെയിൻ ഗേറ്റ് തമ്പാനൂരിൻ്റെ. നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ ഒരു വലതുവശത്തെ സബ് ഗേറ്റാണ്. ഈ തമ്പാനൂർ KSRTC ബസ്സിന് ഡോർമെട്രി സംവിധാനമുണ്ട്. നമ്മുടെ ദൂരയാത്രക്കാർക്കൊക്കെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിയായിട്ടൊക്കെ താമസിക്കാനുള്ള ഡോർമെട്രി സിസ്റ്റം നമ്മുടെ തമ്പാനൂർ എന്താ പറയുക KSRTC സ്റ്റാൻഡിനുണ്ട്.
എന്നതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷൻ അല്ല ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കോംപ്ലക്സിനുള്ളിലാണ്. കണ്ടമാനം കടകളുണ്ട്. ലോട്ടറി കട, ചായക്കട, ഫാൻസി സ്റ്റോറ്, നമ്മളെ ജയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ജയിൽ വകുപ്പിൻ്റെ ഫ്രീഡം ഫുഡില്ലേ, അതിൻ്റെ കൗണ്ടറും നമ്മൾ തമ്പാനൂർ സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ ക്ലോക്ക് റൂം അവിടെ താഴെയുണ്ട്. പിന്നെ നമ്മുടെ ഉയർന്ന ക്ലാസ് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനവും KSRTC തമ്പാനൂരിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ വെയിറ്റിംഗ് റൂമാണത്. AC ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ എന്തെങ്കിലും പെട്ടെന്ന് രോഗികൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനുള്ള ഒരു ക്ലിനിക്കും നിംസുമായിട്ട് സഹകരിച്ചുള്ളൊരു ക്ലിനിക്കും ഇവിടെയുണ്ട്. ജോയിൻ്റ് വെഞ്ചർ വിവോ ഫാമിലി വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. അത് ഫാമിലി വെയിറ്റിംഗ് ഏരിയ. ഇതാണ് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ്. നിംസിൻ്റെ ഭാഗമായിട്ടുള്ള എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ്, ടെലിമെഡിസിൻ ക്ലിനിക്. I joint venture of KSRTC Society for Emergency Medicine India and NIMS Medicine 0091-80758-92018 ആയിട്ട് ബന്ധപ്പെട്ടാൽ പെട്ടെന്നുള്ള സഹായം ലഭിക്കും. അതിനകത്തൊരു ഡോക്ടറുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ KSRTC തമ്പാനൂരിലെ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഭയപ്പെടേണ്ട, എല്ലാ സംവിധാനങ്ങളും അടുത്തുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് തിരുവനന്തപുരത്ത് ധൈര്യമായിട്ട് വരാം എന്നതിൻ്റെ പ്രയത്ന ചുരുക്കമാണ്. പൊങ്കാലയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളക്കുകെട്ടാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മധ്യയുള്ള കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡ് KSRTC സ്റ്റാൻഡ്, ലെഫ്റ്റ് സൈഡ് റെയിൽവേ സ്റ്റേഷൻ. നല്ല ഉത്സവം ഗംഭീരമാക്കുന്നുണ്ട്.
Yeah, 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 yeah. അടിപൊളി. മക്കളെ